തിരുവനന്തപുരം കുന്നത്തുകാലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വയോധികയുടെ കല്ലറ പൊള്ളിക്കൽ തുടങ്ങി. ഫോറൻസിക് വിദഗ്ധരും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി. മകൻ രാജുവിന്റെ സാന്നിധ്യത്തിലാണ് കല്ലറ പൊള്ളിക്കൽ. മരണത്തിൽ കുടുംബം ദുരൂഹത ആരോപിച്ചതിനെ തുടർന്നാണ് തീരുമാനം. കൂടുതൽ വിവരങ്ങളുമായി സാജിദ് അജ്മൽ തിരുവനന്തപുരത്ത് ചേരുന്നു. സാജിദ്, ഇക്കാര്യത്തിൽ കുടുംബത്തിന്റെ പരാതി എന്തായിരുന്നു? എന്തൊക്കെ തരത്തിലുള്ള അസ്വാഭാവികതകളാണ് അവർ ഉന്നയിക്കുന്നത്? ഇപ്പോൾ എന്തൊക്കെ പരിശോധനയിലേക്കാണ് പോകുന്നത് സർക്കാർ? നിഷാദ്, ഈ സെലീനാമ്മയുടെ ഈ കല്ലറ പൊളിക്കുന്ന പ്രവർത്തനങ്ങളിലേക്ക് പോയിട്ടുണ്ട്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഫോറൻസിക് വിദഗ്ധരും അതുപോലെ തന്നെ റവന്യൂ ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ ഇതിന്റെ ഭാഗമായി ഉണ്ട്. ഈ മണിവിള ഈ പള്ളിയിലാണ് ഈ സെലീനാമ്മയെ ഈ 17 ദിവസം മുൻപ് ഈ കബറടക്കിയത്. ഇതിൽ സംശയം തോന്നാനുള്ളൊരു കാരണം ഇവരെ കുളിപ്പിക്കുന്ന സമയത്ത് ഈ ശരീരത്തിൽ ചില മുറിവുകളും പാടുകളും കണ്ടു എന്നുള്ളതാണ്. ഇതേ തുടർന്ന് ഈ കുളിപ്പിച്ചിരുന്ന സ്ത്രീകളാണ് ഈ മകൻ രാജനോട് ഇത്തരമൊരു കാര്യം പറയുന്നത്. തുടർന്ന് ഇവർ പരാതി നൽകി. ഈ കുടുംബത്തിന് സംശയം തോന്നാനുള്ളൊരു കാരണം ഇവർ ഉപയോഗിച്ചിരുന്ന സ്വർണ്ണാഭരണം, പ്രത്യേകിച്ച് കഴുത്തിലുണ്ടായിരുന്ന മാല കാണാനില്ലായിരുന്നു. ഇത് ആരെങ്കിലും മോഷ്ടിക്കുകയും അതിന്റെ ഭാഗമായി കൊലപാതകം നടന്നതാണോ എന്നുള്ളൊരു സംശയമാണ് പ്രധാനമായും ഉള്ളത്. അത് കണ്ടെത്തണമെങ്കിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിനുള്ള ഒരു കാര്യമാണ് ചെയ്യുന്നത്. എന്തായാലും 17 ദിവസം മൃതദേഹത്തിന് ഈ പഴക്കമുണ്ട്. അന്ന് ഈ ആദ്യം ഒരു സ്വാഭാവിക മരണം എന്ന നിലയ്ക്ക് മാത്രമായിരുന്നു കണ്ടിരുന്നത്. പിന്നീടാണ് ഇതിന്റെ ഒരു സംശയം എന്നുള്ള രീതിയിലേക്ക് പോകുന്നത്. ഈ പാറശാല പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നു. ഈ പോലീസ് പിന്നീട് ഈ ജില്ലാ കളക്ടറോട് ഇതിന് അനുമതി തേടുന്നു, കല്ലറ പൊളിക്കുന്നതിനുള്ള അനുമതി തേടുന്നു. ഈ നെയ്യാറ്റിൻകര തഹസിൽദാർ ഈ കല്ലറ പൊളിക്കുന്നതിന് ഉത്തരവ് ഇടുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കല്ലറ പൊളിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ ഈ അടുത്ത ബന്ധുക്കളും ഉദ്യോഗസ്ഥരും മാത്രമാണ് ഉള്ളത്. ഈ താങ്കൾ ഈ സെലീനാമ്മയുടെ അയൽവാസിയാണല്ലോ. എന്താ ശരിക്കും സംഭവിച്ചത്? ശരിക്കും സംഭവിച്ചെന്ന് പറഞ്ഞാൽ 3 മണിക്ക് 4 മണിക്കാണ് മരണം നടന്നത്. പകല് നടന്ന അവിടെ വിജനമായ സ്ഥലമാണ്, ആൾക്കാർ കുറവാണ് ആ സ്ഥലത്ത്. ഇവർ 3 കൊല്ലമായി അവിടെ വന്ന് വസ്തു വാങ്ങിച്ച് താമസിക്കുന്നവരാണ്. ഇവർ വീട് ഇവിടെ മണിവളം എവിടെയാണെന്നാണ് പറയുന്നത്. അങ്ങനെ താമസിച്ച് ശേഷം 3.5 പവൻ്റെ മാല വാങ്ങിച്ച് ജോസ്കോ അവിടെ ഒരാഴ്ച ആയതേ ഉള്ളൂ. ആ മാല വാങ്ങിച്ചിട്ട് അത് കഴുത്തിലുണ്ടായിരുന്നു, ഒരു വളയുണ്ടായിരുന്നു. ഈ രണ്ടിനെ മാറ്റിയിട്ട് കിൽറ്റ് വളയാണ് കൊണ്ടിട്ട് പകരം വേറെ ഈ ഗിൽറ്റ് വളയും മാലയും വെച്ചിരുന്നു. റൂം ചാരിയിട്ടേ ഉള്ളൂ. മരിച്ചു കിടക്കണ തറയിലാണ്. ഇവർ കട്ടിലേക്ക് കിടക്കുള്ളൂ എന്നാണ് ആൾക്കാർ പറയുന്നത്. തറയിൽ കിടക്കൂല. അങ്ങനെ അതിലൊക്കെ സംശയമുണ്ട്. പിന്നെ കുളിക്കാൻ എടുത്തപ്പോൾ പാടുകളുണ്ടെന്ന് പറയുന്നുണ്ട്. മുഖത്തും പാടുണ്ട്, അതുപോലെ ഈ കുറുക്കിലൊക്കെ പാട് കിടക്കും, കയ്യിലൊക്കെ ബ്ലഡ് ചത്ത് കിടക്കുന്നതായിട്ടും പറയുന്നു. അന്ന് പോസ്റ്റ്മോർട്ടം കഴിച്ചേക്ക് അറിയാം. ഇത് ഇത്രയും ദിവസമായില്ലേ, 18-19 ദിവസമായില്ലേ. ശരീരത്തിൽ കാര്യമായി രക്തം കല്ലച്ച് നിൽക്കുന്നുണ്ടെന്ന് പറയുന്നത്. കല്ലിച്ച് നിൽക്കുന്നുണ്ട്. അന്ന് സ്ത്രീകൾ തന്നെ, അവിടെയുള്ള സ്ത്രീകൾ, അടുത്തുള്ള സ്ത്രീകൾക്കൊക്കെ ഇപ്പോൾ പേടിയായിട്ടുണ്ട്. ഇതിന് ആരായിരുന്നാലും ദുരൂഹത കണ്ടുപിടിക്കണമെന്നാണ് നാട്ടുകാർ ഒന്നടങ്കം ആവശ്യം. സെലീനാമ്മ ഒറ്റയ്ക്കാണ് താമസം? സെലീനാമ്മ ഒറ്റയ്ക്ക് തന്നെ 6 മാസം കൊണ്ട് താമസിച്ചത്. അതിനു മുമ്പേ മോൻ ഉണ്ടായിരുന്നു. പിന്നെ മോൻ പാടാക്കി പോയിരുന്നു. ഈ സഹായിയാണ് ഈ ആദ്യമായിട്ട് മൃതദേഹം കാണുന്നത്. പാല് മാച്ചുകൊണ്ട് വരുന്നു, വൈകുന്നേരം ചായ ഇടാൻ വീട്ടിലേക്ക് വരുന്നു. അങ്ങനെയാണ് കണ്ടുമുട്ടുന്നു. അവർ അടുത്തുള്ളവരോട് പറഞ്ഞതിന് ശേഷമാണ് ആൾക്കാർ അറിയുന്നത്. അന്ന് ഈ പോസ്റ്റ്മോർട്ടം ചെയ്യാതിരിക്കാൻ കാരണം എന്താണെന്നറിയോ? അന്ന് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പഞ്ചായത്ത് മുമ്പ് പറഞ്ഞിരുന്നു. പക്ഷെ അന്ന് മോൻ സാധാ മരണമെന്ന് പറഞ്ഞായിരിക്കും ചെയ്യാത്തത്. പിന്നെ കുളിപ്പിച്ച പാടുകളുണ്ട്. അങ്ങനെ സംശയം തട്ടി മോൻ്റെ കൂടി ആൾക്കാരെല്ലാം നാട്ടുകാർ പറഞ്ഞതിന് ശേഷമാണ് പാറശാല സ്റ്റേഷൻ 4 ദിവസം കഴിഞ്ഞ് കേസ് കൊടുത്തു. എന്തായാലും ഒരു സ്വാഭാവിക മരണമാണ് എന്നുള്ളതാണ് ആദ്യം പ്രതീക്ഷിച്ചത്. പിന്നീടാണ് ഇതിലെ ദുരൂഹതകൾ വരുന്നത്. ഈ ദുരൂഹത അകറ്റണമെങ്കിൽ പോസ്റ്റ്മോർട്ടം എന്തായാലും ചെയ്തേ മതിയാകൂ. ഇന്ന് പോസ്റ്റ്മോർട്ടം ഇവിടെ വെച്ച് തന്നെ ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് ഫോറൻസിക് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ഈ സർജൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അത് ഈ സാഹചര്യം അനുസരിച്ചായിരിക്കും പോസ്റ്റ്മോർട്ടം ഇവിടെ വെച്ചാണോ അതോ മറ്റ് ആശുപത്രിയിലേക്ക് മാറ്റണമോ എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കുക. നിഷാദ്.